കൂടുതൽ ആവേശത്തോടെ എന്നോട് ചോദിച്ചത് ഫഹദ് ഫാസിലിനെ കുറിച്ചാണ്. ഇത്രയും നല്ലൊരു നടൻ കേരളത്തിലുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഈ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കണ്ടു. ആ സിനിമ ഞാൻ പിന്നീട് 3-4 തവണ ആവർത്തിച്ച് കണ്ടു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫഹദിൻ്റെ എല്ലാ സിനിമകളും അങ്ങ് കാണുക. ഒരുപക്ഷെ ഭാവിയിൽ മലയാളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ 2-3 നടന്മാരിൽ ഒരാൾ ഫഹദായിരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഇത്രയും കാലം ഫഹദിനെ പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റാതിൽ സങ്കടമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് പ്രേമലു ഇത്രയും വലിയ വിജയം ഉണ്ടാക്കിയത്. ദിലീഷ് ബോധൻ പറയുന്നുണ്ടായിരുന്നു, OTT പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷവും ഈ സിനിമ ബോക്സ് ഓഫീസിലും തിയേറ്ററിലും നന്നായി ഓടുന്നു എന്നുള്ളത് അതും ചെറിയ കാര്യമല്ല. ഒരുപാട് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ പറയുന്നു. പ്രത്യേകിച്ച് ഒരു യഥാർത്ഥമായ ഒരു രീതി ഇതിലെ അഭിനേതാക്കൾ അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നുന്നില്ല. അതൊക്കെ വലിയ കാര്യമാണ്. എന്തായാലും ഈ ഒരു വലിയ വിജയം ഒരുപക്ഷെ കളക്ഷൻ റെക്കോർഡ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുക, അത് തിയേറ്ററിൽ ഓടിക്കുക, മാളവരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, അതൊന്നും അത്ര ചെറിയ സംഭവമായിട്ട് ഇക്കാലത്ത് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കിയതിൽ എല്ലാ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും അണിയറ ശില്പികളെയും ഈ സിനിമ വലിയൊരു വിജയമാക്കാൻ തീരുമാനിച്ച പ്രേക്ഷകരെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഈ സിനിമ ഇറങ്ങിയ ദിവസം എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു. അത് ദിലീഷ് പോത്തന്റെ ഒരു മാജിക് ആണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. ഈ സിനിമയിൽ പ്രേമലു എന്ന സിനിമയിൽ താങ്കളുടെ പേരെഴുതി കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, വല്ല പീഡന കേസിലെങ്ങാനും പ്രതിയാക്കി എൻ്റെ കഥ വല്ലതും ആണോ ആ സിനിമ എന്ന് ഞാൻ ചോദിച്ചു. അതൊന്നും അല്ല. അപ്പൊ എൻ്റെ പേര് എന്തിനാ എഴുതി കാണിച്ചത് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ഒരുപാട് ഗവേഷണം ചെയ്താണ് ഇത് കണ്ടുപിടിച്ചത്, എന്തിനാണ് എൻ്റെ പേര് എഴുതി കാണിച്ചത്. അത് സസ്പെൻസ് ആയിട്ട് ഇരുന്നോണ്ട് താങ്ക് യു.